പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗാലാൻഡിലെ കൊഹിമ ഡയസിസിൻ്റെ ഭാഗമായിട്ട് സാദിമ വില്ലേജിലെ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ചർച്ചിൻ്റെ മുമ്പിലാണ്. കഴിഞ്ഞൊരു വർഷക്കാലമായി IFI മിനിസ്ട്രി അതിൻ്റെ മിഷൻ മേഖലകളുടെ തുടക്കമെന്നോണം ഇവിടെ സാദിമ ഗ്രാമത്തിലെ വിൻസെഷൻ സഭക്കാരുടെ ആവേ മരിയ റിട്രീറ്റ് സെൻ്ററിൽ തുടക്കം കുറിച്ച മധ്യസ്ഥ പ്രാർത്ഥന അതിൻ്റെ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ IFI മിനിസ്ട്രിയുടെ ഭാഗമായി പ്രാർത്ഥിക്കാനും മറ്റും കടന്നു വന്നപ്പോൾ ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിന് മുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു ഞായറാഴ്ച ദിവസമാണ്. ഈ ഞായറാഴ്ച ദിവസം ഒത്തിരി മക്കൾ ദേവാലയത്തിലേക്ക് അവിടെ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ കടന്നു വരുമ്പോൾ വിൻസെഷൻ സഭയിലെ വൈദികരും മറ്റു ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടേതാകുന്ന ഭാഷയിലേക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് മാറ്റി ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും പലപ്പോഴും അവരുടേതാകുന്ന ജോലി ഭാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കടന്നു വരുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നമ്മൾ പല വിധത്തിലും ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സാഹചര്യങ്ങളും തൊട്ടടുത്തുള്ള ദേവാലയങ്ങളെല്ലാം ലഭിച്ചിട്ടും പലപ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുവാൻ നമുക്ക് സാധിക്കാതെ വരികയാണ്. ഇവിടെ ഈ മക്കൾ തങ്ങളുടേതാകുന്ന ജീവിത സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ ബലിക്കായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആദ്യ ഫലം എന്താണ് അവരുടെ കൃഷി സ്ഥലത്ത് നിന്ന് അവർ കിട്ടിയിട്ടുള്ളത് അതെല്ലാം ദേവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ട് വൈദികന്റെ ആ ബലിയർപ്പണത്തിൽ തങ്ങൾ കൂടി ബലിയർപ്പിക്കാൻ കൂടിച്ചേരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ധ്യാനയന്ത്രങ്ങൾ, കൺവെൻഷനുകളെല്ലാം നടക്കുന്നുണ്ട്, എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കുളിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കുളിക്കുമ്പോൾ ഒരു മാറ്റം നടക്കുന്നതായിട്ട് അനുഭവപ്പെടാത്ത ഒരവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ വേളയിൽ എനിക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ മിഷൻ മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ നമുക്ക് ഇറങ്ങിക്കൂടാ? ഈ മക്കളുടെ ജീവിതത്തിലേക്ക് യേശു എന്ന സത്യം വെളിച്ചം വീശുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്കറിയാം, നാഗാലാൻഡ് ഒരു ക്രിസ്തീയ സംസ്ഥാനമാണ്. പക്ഷേ എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ ആ ഒരു വിഭാഗക്കാരാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. നമ്മുടെ കാത്തലിക് ക്രിസ്ത്യാനികൾ വളരെ മാത്രമാണ്. എന്നാൽ ഉള്ളവർ അവരുടെ വിശ്വാസം അത് വലിയൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കും ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു മിഷൻ മേഖല നാം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ നാഗാലാൻഡിലേക്ക്, പ്രത്യേകിച്ച് IFI മിഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സാദിമ വില്ലേജിൽ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ മിഷൻ മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടേതാകുന്ന കൊച്ചു ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ കൈക്കുഞ്ഞുങ്ങളെ അവരുടെ വസ്ത്രങ്ങളിൽ അവർ ചേർത്ത് ഒരു കങ്കാരു തൻ്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ അവർ ജോലി മേഖലയിലേക്ക് പോകുമ്പോഴും കുഞ്ഞുമക്കളെ കൊണ്ടുപോയി ജോലി ചെയ്തുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് നമുക്കും ഇറങ്ങിച്ചെല്ലാം. അവർ ഭവനങ്ങളിലേക്ക്, അവർ യൂത്തിലേക്ക്, യുവജനങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, നേർവഴികൾ അറിയാതെ പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് കടന്നു പോവുകയാണ്. ഭാഷ ഒരു പ്രശ്നമല്ല, കാരണം നമ്മുടെ ഭാഷയിലേക്ക്, ഇവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഇവിടെ ആളുകളുണ്ട്. വിളവധികമാണ്, എന്നാൽ വേലക്കാരാണ് ചുരുക്കം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലി ഭാരങ്ങളുടെ ഭാഗമായി പലപ്പോഴും മിഷൻ മേഖലയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നമുക്കൊന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഇടപെടും. ഈ ചിറകുകൾ വിരിക്കുമ്പോൾ, പറക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ എന്തിനു വേണ്ടിയും കൂടി എന്ന് നമുക്ക് ചിന്തിക്കാം. നാം പലപ്പോഴും മിഷൻ സൺഡേ ആചരിക്കുന്നവരാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ ആ ഒരു ഞായറാഴ്ച ദിവസം നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കവറുകളിൽ നമുക്ക് സാധിക്കുന്ന പൈസയും മറ്റും കൊടുക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എന്തിനു വേണ്ടി ഈ പൈസ പോകുന്നു, ഈ പൈസ മിഷന്റെ എന്ത് മേഖലകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ മിഷൻ? ഒന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്കും കടന്നു വരാം ഈ മേഖലകളിലെല്ലാം പ്രവർത്തിച്ച് ഒരാഴ്ചയോ 10 ദിവസമോ 1 മാസമോ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു പ്രവർത്തന മേഖലകളിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ പോകുവിൻ,
സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നാം ഇന്ന് പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന അംഗങ്ങളോട് സുവിശേഷം പറഞ്ഞ് അവർക്കും മനസ്സിലാകുന്നില്ല, നമുക്കും മനസ്സിലാകുന്നില്ല. നമുക്കൊരു മാറ്റം ആഗ്രഹിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന മിഷൻ മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നാം ആയിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് ഒന്നിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിക്കാം. ആമേൻ. ഹല്ലേലൂയ.